നമസ്കാരം, ഞാൻ ഡോക്ടർ സുമി, എ.ആർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തലവേദനയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സാധാരണയായി ഉള്ളൊരു പ്രശ്നമാണല്ലോ തലവേദന. തലവേദനയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: പ്രൈമറി ഹെഡേക്ക് എന്നും സെക്കൻഡറി ഹെഡേക്ക് എന്നും. തലച്ചോറിനുള്ളിൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന തലവേദനയാണ് പ്രൈമറി ഹെഡേക്ക് കാറ്റഗറിയിൽ പെടുന്നത്. മൈഗ്രെയിൻ ഹെഡേക്ക്, ക്ലസ്റ്റർ, ടെൻഷൻ ഹെഡേക്ക് എല്ലാം അതിൽ പെടുന്നു. മൈഗ്രെയിൻ ഹെഡേക്ക് അഥവാ ചെന്നിക്കുത്തുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തലവേദനയാണ്. അത് വരുമ്പോൾ യൂഷ്വലി പേഷ്യൻറ്റിന് ഒരു സൈഡ് തലവേദന അല്ലെ രണ്ട് സൈഡ് മാറി മാറി ഉണ്ടാകുന്ന തലവേദന തുടങ്ങിയ കുറേ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈവൻ 3 days വരേക്കും ആ തലവേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാം. ചിലർക്ക് വെയിലിൽ പോയാൽ തലവേദന അധികമാവുക, ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകിയാൽ തലവേദന അധികമാവുക, ചില സെൻറ്റ്, ചില പെർഫ്യൂംസ് അടിക്കുമ്പോൾ പെട്ടെന്ന് തലവേദന അധികം, അങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് മൈഗ്രെയിൻ. ഇനി ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക്. ഇനിയുള്ളത് ചിലർക്ക് തലവേദന ഒരു സൈഡ് മാത്രം, ഒരു യൂണിലാറ്ററൽ ഹെഡേക്ക്. തലവേദന വരുമ്പോൾ ആ സൈഡിൻ്റെ കണ്ണിൽ ചുവപ്പ് കളർ വരിക, ചുവപ്പാകുക, ആ സൈഡ് മൂക്ക്, നേസൽ ഡിസ്ചാർജ്, നേസൽ ബ്ലോക്ക്, ആ സൈഡ് വീക്കം വരിക. ഇതെല്ലാം ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന തലവേദന വിഭാഗത്തിൽ പെടുന്നു. കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരേ സമയം തലവേദന വരിക. സോ മൈഗ്രെയിൻ, ടെൻഷൻ, ക്ലസ്റ്റർ ഇതെല്ലാം പ്രൈമറി ഹെഡേക്സ് ആണ്. ഇതിനെ ഏത് വിധത്തിൽപ്പെട്ട തലവേദനയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള രീതിയിലാണ് ചികിത്സ എടുക്കേണ്ടത്. ഇനി എപ്പോഴാണ് അർജന്റായിട്ട് തലവേദനയ്ക്കാകെ ചികിത്സ തേടേണ്ടത്? പെട്ടെന്നുണ്ടാവുന്ന അതിശക്തമായ തലവേദന, ഇതുവരെ മുമ്പ് ഉണ്ടായിട്ട് ജീവിതത്തിൽ ഇതുവരെ ഇത്ര അധികം ശക്തമായ തലവേദന ഒരവസ്ഥ. ഇനി മുൻപേ തലവേദന വന്നിട്ടുള്ള ആളുകളിൽ ആ പാറ്റേൺ മാറി വരുന്ന തലവേദന, ചേഞ്ച് ആവുക, വ്യത്യാസമായ രീതിയിൽ തലവേദന വരിക, കാലത്ത് എഴുന്നേറ്റ ഉടനെ ഉണ്ടാവുന്ന തലവേദന, അല്ലെ ഉറക്കത്തിൽ നിന്ന് തലവേദനയോട് കൂടെ എഴുന്നേക്കുക, ശക്തമായ പനിയോടുകൂടെ വരുന്ന തലവേദന, അല്ലെ ശരീരത്തിൽ കൈകാൽക്ക് ബലക്കുറവോ അങ്ങനെ എന്തെങ്കിലും വരുന്ന. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഡോക്ടറെ എത്രയും വേഗം കണ്ട് ചികിത്സ തേടേണ്ടത്. താങ്ക് യു.